ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? സൈറ്റ് വേർഡ്സ് ആണല്ലേ. ഓരോ ക്ലാസ്സിലും നമ്മൾ 10 സൈറ്റ് വേർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെയുള്ള എല്ലാ സൈറ്റ് വേർഡ്സും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണണം കേട്ടോ. ഞാൻ താഴെ കമൻറ്റിലും പിന്നെ ഇത് മേളിൽ ലിങ്ക് ഇങ്ങനെ വന്നു പോകും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കാണണം. ഓക്കെ, ഇനി ഈ വീഡിയോയാണ് ആദ്യം കാണുന്നതെങ്കിലും ഒരു പ്രശ്നമില്ല, ഇത് കണ്ടു തീർത്തതിന് ശേഷം കണ്ടാൽ മതിയാകും. ഓക്കെ, ഏറ്റവും അവസാനം ആക്ടിവിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അതും ചെയ്തിട്ട് തന്നെ പോവുക കേട്ടോ. ഓക്കെ, പാരൻ്റാണ് കാണുന്നതെങ്കിൽ ഈ വേർഡ്സ് എല്ലാം നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ വായിപ്പിച്ചാലും മതി, അല്ലെങ്കിൽ ഈ വീഡിയോ കാണിച്ചു കൊടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ സൈറ്റ് വേർഡ്സ് 2 തരത്തിലുണ്ടല്ലേ. ഒന്ന് നമുക്ക് സൗണ്ടുകൾ വെച്ച് വായിക്കാൻ സാധിക്കാത്തതും, വേറൊരെണ്ണം എന്താണ് സൗണ്ട് വെച്ച് വായിക്കാൻ സാധിക്കുന്നതുമാണ്. സൈറ്റ് വേർഡ്സിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? അതെ, സൈറ്റ് വേർഡ്സ്. സൈറ്റ് വേർഡ്സ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ട് അല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ട് പരിചയപ്പെടേണ്ട വാക്കുകൾ, എപ്പോഴും നമ്മുടെ ഈ സെൻറ്റൻസുകളിലും പാരഗ്രാഫിലും ഒക്കെ കാണുന്ന വാക്കുകൾ, കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വായിക്കാൻ പറ്റുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ വാക്ക്, ഏറ്റവും ആദ്യത്തെ വാക്ക് തന്നെ ഇതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം സൗണ്ട് വെച്ചിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം എങ്ങനെ വായിക്കുന്നത്? പറഞ്ഞോളൂ, എങ്ങനെയാ വായിക്കുക? എന്നെങ്ങനെയാ വായിക്കുക? കറക്റ്റ്, മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഓ എങ്ങനെയാ വായിക്കുക? ഓ ഓ ആണല്ലോ. അപ്പോൾ ഇതങ്ങനെ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. പ്രശ്നക്കാരനല്ല ഈ വാക്ക്. എങ്ങനെയാണ് വായിക്കുക? ഓ നോ. ഇതാണ് ഓ നോ. കുട്ടികൾ ചിലപ്പോൾ എന്ന് വായിക്കും, പിന്നെ ഓ എന്ന് വായിക്കും, പിന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാനൊക്കെ ഇച്ചിരി മടി കാണിക്കും. അപ്പോൾ അവരോട് പറയേണ്ടത് ഒന്ന് ഇഴച്ച് വായിച്ച് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ വായിക്കാൻ പറയണേ. ഇങ്ങനെയാണ് ഓ നോ. ഇങ്ങനെ ഇഴച്ചൊന്ന് വായിച്ച് നോക്കാനായിട്ട് പറഞ്ഞു നോക്കണം. ഞാൻ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാറ്. അവരത് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. നോ. ഓ നോ. നോ എന്ന് പറഞ്ഞാൽ ഇല്ല. എന്താണ്? ഇല്ല. ഇതാണ് നമ്മുടെ അടുത്ത വാക്ക്. കുറേ എടുത്ത് കണ്ടിട്ടുണ്ടാവും. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ആളത്ര പ്രശ്നക്കാരനൊന്നുമല്ല. അതായത് എന്താണ്, സൗണ്ട് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണ്. പറഞ്ഞു നോക്കണം. എങ്ങനെയാണിത് വായിക്കുക? ഹ ഹ ഇ. ഐക്ക് എന്തൊക്കെ സൗണ്ട് ഉണ്ട്? ഈന്നും ഉണ്ട് സൗണ്ട്, ഐ എന്നും ഉണ്ട് അല്ലേ. ഇവിടെ ഇ എന്ന് പറയുന്ന സൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹ ഇ എസ് എങ്ങനെയാ വായിക്കേണ്ടേ? അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ഹ ഇ ഹി ഹിസ്. ഒന്നും കൂടെ. അയ്യോ, ഓക്കെ, ഒന്നും കൂടെ. എങ്ങനെയാണ്? ഹ ഇ ഹി ഹിസ് ഹിസ്. ഓക്കെ, അപ്പോൾ വായിച്ചല്ലോ. എങ്ങനെ വായിക്കും? ഹിസ് ഹിസ്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇഴച്ചൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ തന്നെ കുട്ടിയെ പഠിപ്പിക്കാം. ഓക്കെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. എന്താണ്? അവൻ്റെ. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൂടെ പറഞ്ഞേ, അവൻ്റെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കെത്തി. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ വായിക്കണം. എങ്ങനെ വായിക്കും? പ്രശ്നക്കാരല്ല. ഓക്കെ, അപ്പോൾ വായിച്ചോളൂ. എങ്ങനെയാണ്? ഹ ഈ എങ്ങനെ വായിക്കുക? ആരും ഈ എന്ന് വായിച്ചോ? ഇല്ലല്ലോ. വായിക്കേണ്ടത് എ എ എന്നാണ്. അപ്പോൾ എങ്ങനെ വായിക്കുക? ഹ എ. ആരെങ്ങനെ വായിക്കും? അപ്പോൾ എങ്ങനെ വായിക്കും? ഒന്നിച്ച് എങ്ങനെ വായിക്കും? വായിച്ചേ. ഹ എ ഹെയർ. ഒന്നും കൂടെ. ഹ എ ഹെയർ. ഹെയർ. ഹ എ ഹെയർ. ഓക്കെ, ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ അവളുടെ. എന്താണ്? അവളുടെ. അപ്പോൾ ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഹെയർ എന്ന് പറഞ്ഞാൽ അവളുടെ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത വാക്ക്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാലോ.
അതെ അതെ, പ്രശ്നക്കാരനൊന്നുമല്ല. അപ്പോൾ വായിച്ചോളൂ കേട്ടോ എൻ്റെ കൂടെ. എങ്ങനെയാ? ഹ് ആ അല്ലേ, ആ ഹ് ആ ഹാസ്. ഒന്നും കൂടെ. ഹ് ഹ് ആ ഹ ഹ ഹാസ് ഹാസ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. ഹാസ് എന്ന് പറഞ്ഞാൽ, ഹാസിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ട്. ഉണ്ട്, അല്ലാതെ ഉണ്ട് അല്ല, എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഞാൻ പറയത്തില്ലേ, അതാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് എക്സാമ്പിളൊക്കെ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഇതേ അടുത്ത വാക്ക് എത്തിക്കഴിഞ്ഞു. എൻ്റെ കൂടെ വായിക്കുക. ചെറിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ വാക്ക് ഏതാണ്? ബി ആണല്ലേ. ഓക്കെ, ബി എങ്ങനെയാ വായിക്കുക? എന്താ? അതെ, ബ ബ. കറക്റ്റ്, ബ എന്നാണ് വായിക്കുന്നത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് വൈയുടെ സൗണ്ട് ഏതൊക്കെയാണ്? യ എന്നൊരു സൗണ്ട് ഉണ്ട്, പിന്നെ ഐ എന്നുള്ളൊരു സൗണ്ട് ഉണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് സൗണ്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സൗണ്ട് എന്താണ്? ഐ എന്ന് പറയുന്ന സൗണ്ട് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, മാറിപ്പോകരുത്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ഇനി വായിച്ചോളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ, കൂടെ വായിക്കണേ. എങ്ങനെയാ? ബ ഐ ബൈ. കൂടെ പറഞ്ഞേ, ബ ഐ ബൈ ബൈ. ഓക്കെ, ബൈ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആൽ എന്നാണ്. ആൽ മരം ഒന്നുമല്ല, അയാൾ, അതിനാൽ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ്. അതിനാൽ. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥമാണ് വരുന്നത്. നമുക്കതൊക്കെ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം, അതിനാൽ എന്നൊക്കെ ഉള്ളൊരു ഒരു 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 അർത്ഥം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഗ്രാമറിൽ വരുമ്പോൾ പഠിക്കാം. ഇവിടെ നമുക്ക് വായിക്കാനാണ് ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി അടുത്ത വാക്ക് നോക്കുക. വായിച്ചോളൂ, പ്രശ്നക്കാരനല്ല. എങ്ങനെ വായിക്കും? ഹ് ഇ വായിച്ചോ? വെരി ഗുഡ്. എച്ച് എങ്ങനെ വായിക്കുക? ഹ്. ഐ എങ്ങനെ വായിക്കും? ഇ. എം എങ്ങനെ വായിക്കുക? അപ്പോൾ ഹ് ഇ ഹിം. ഓക്കെ, ഹ് ഇ ഹിം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുൻപേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. ഹിം എന്ന് പറഞ്ഞാൽ അവനെ. ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പെട്ടെന്ന് പോകാം. ഓക്കെ, എത്തിക്കഴിഞ്ഞു. വായിച്ചോളൂ, പ്രശ്നക്കാരൻ അല്ല. വായിക്കൂ. ഇങ്ങനെ വായിക്കാം. അതെ, ഇങ്ങനെ വ. വെരി ഗുഡ്. വ ഇ വി ആണല്ലോ. വി എല്ല് എന്ന് അങ്ങനെ വായിച്ചോ? വായിക്കരുത്. രണ്ടെല്ല് ഒരുമിച്ച് വരികയാണെങ്കിൽ വായിക്കേണ്ടത് അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എന്ന് വായിക്കരുത്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? വ് ഇ വിൽ. ഒന്നും കൂടെ. വ് കൂടെ വായിക്കണേ. എങ്ങനെയാ? വ് ഇ വിൽ. ഓക്കെ, വിൽ വായിച്ചല്ലോ. ഓക്കെ, വില്ലിൻ്റെ അർത്ഥം ചെയ്യും. ഓക്കെ, ഞാനത് ചെയ്യും എന്നുള്ളൊരു അർത്ഥമാണ്. ഐ വിൽ, ഞാൻ ചെയ്യും എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ വരുന്നത്. ഓക്കെ, ഗ്രാമറിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അതെ, അടുത്ത വാക്കാണ് കുഞ്ഞു കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ എൻ്റെ കൂടെ വായിക്കാം. പ്രശ്നക്കാരനല്ല. വായിച്ചോളൂ. വ ആ ട്. ഓക്കെ, വ ആ എൻറ്റി ബ്ലെൻഡിങ് പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം. പഴയ ക്ലാസ്സുകളൊക്കെ കാണണം കേട്ടോ. കുറേ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്, കാണണം. അപ്പോൾ നന്നായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, വ ആ വാണ്ട്. എന്നെങ്ങനെ വായിക്കുക? ടി എങ്ങനെ വായിക്കുക? ട്. അപ്പോൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് വായിക്കുക കേട്ടോ. വ ആ വാണ്ട്. വാണ്ട്. ഓക്കെ, വാണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്.
അതായത് ഐ വാണ്ട് ദാറ്റ്, എനിക്കത് വേണം എന്നൊക്കെ പറയത്തില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലേ. അപ്പോൾ യഥാർത്ഥ മീനിങ് എന്താണ്? ആഗ്രഹം എന്നാണ് അർത്ഥം. ഓക്കെ, ആഗ്രഹം. വാണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തിനെക്കാട്ടിലും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. ഓക്കെ, എനിക്കത് വേണം എന്നൊക്കെ പറയത്തില്ലേ, അത് വാണ്ട്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. വായിക്കണേ. പ്രശ്നക്കാരനാണ്. വെച്ചോളൂ. ഇങ്ങനെയാ ബി എങ്ങനെ വായിക്കും? ബ. വെരി ഗുഡ്. ഈയുടെ സൗണ്ട് എന്താ? അതെ, എ എ എന്നാണ് സൗണ്ട്. പക്ഷേ ഇവിടെ വായിക്കേണ്ടത് ഇ എന്നാണ്. ഇത് ചെയ്യാനാ സൈറ്റ് വേർഡ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ഇ എന്ന് വായിക്കണം. അപ്പോൾ കൂടെ വായിക്കണേ. ബ ഇ ബി. ഒന്നും കൂടെ. ബി ഇ ഇ അല്ല, അത് ബി ആവും. ഇത് ബ ബ. എന്താണ്? ബ ഇ ബി എന്ന് വേണം വായിക്കാൻ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരിക്കും എന്നൊക്കെ പറയുന്നൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നമുക്കതൊക്കെ ഗ്രാമറിൽ കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. കൂടെ വായിക്കണേ. ഇതെങ്ങനെ വായിക്കുക? ആ. ഓക്കെ, ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ നമ്മൾ ആ എന്നാണ് വായിക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ഈ വാക്കിൽ നമ്മൾ വായിക്കേണ്ടത് ഓ എന്ന് വേണം വായിക്കാൻ. ഇച്ചിരി ഒരു ഓ തന്നെ വരണം. ഓക്കെ, അപ്പോൾ കൂടെ വായിക്കണേ. ഓ ഇൽ ഓൾ. അല്ലാതെ ആൾ എന്ന് പറയരുത്. വായിക്കേണ്ടത് ഓൾ എന്നാണ്. കേട്ടോ? ഓ. കൂടെ പറയാ. ഓ ഇൽ. എല്ലല്ലോ ഇൽ എന്ന് വായിച്ചില്ലല്ലോ. വെരി ഗുഡ്. അപ്പോൾ എങ്ങനെയാ? ഓ ഇൽ ഓൾ. ഓൾ. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ എല്ലാം എന്നാണ് അർത്ഥം. എല്ലാം. ഓൾ. ഓൾ പെൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ. ഓൾ പെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ പേനകളും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഓൾ സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികളും അല്ലേ? ഓക്കെ, ഇങ്ങനെ ഓൾ സ്റ്റുഡൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോവാം. ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എങ്ങനെയാണ് വായിക്കുക? എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. പോസ് ചെയ്യാം. ടാറ്റ പറഞ്ഞ് പോകാനല്ല, പോസ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ പോസ് ആവും. എന്നിട്ട് ഇതൊന്ന് തനിയെ വായിച്ച് നോക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. അതിനുശേഷം ഞാൻ വായിച്ചു തരാം. അപ്പോൾ കറക്റ്റായോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കണം. എങ്ങനെ അറിയിക്കുക? കമൻറ്റിലൂടെ അറിയിക്കുക. എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റിപ്പോയി എല്ലാം അറിയിക്കുക. എപ്പോഴാണോ നിങ്ങളുടെ റിപ്ലൈ കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ കമൻറ്റ് കാണുന്നത്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അതിൽ ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വായിച്ചോളൂ. വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. എങ്ങനെയാണ് വായിക്കുക? ഇതൊക്കെ കഴിഞ്ഞ സൈറ്റ് വേർഡ്സ് ആണ്, കഴിഞ്ഞ ക്ലാസ്സിലെ സൈറ്റ് വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ക്ലാസ് കാണുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വായിക്കാം. ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതാണ്. ഓക്കെ, ഹ് എ ഹെർ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഹെർ ബാഗ് ബാഗ് ആണല്ലോ. ഇറ്റ് ഈസ് ഹെർ ബാഗ്. ഇറ്റ് ഈസ് ഹെർ ബാഗ്. ഇത് അവളുടെ ബാഗ് ആണ്. ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ. ഇത് അവളുടെ ബാഗാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. വായിക്കുക. എന്താണ്? ഹീ. സൈറ്റ് വേർഡ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഹീ. ഇത് ഇന്നത്തേത് എങ്ങനെയാണ്? ഹ് ആസ് ഹാസ്. ഹീ ഹാസ് എ dog dog. He has a dog. എന്താണ്? He has a dog. അവന് ഒരു നായ ഉണ്ട്. ഓക്കെ, അവനൊരു നായയുണ്ട്. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത എന്താണ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. പോസ് ചെയ്യുക, വായിക്കുക. വായിച്ചോളൂ. എങ്ങനെയാണ്? I will go to. അങ്ങനെ വായിച്ചോ? അങ്ങനെയല്ല വായിക്കേണ്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണിത്. ടു എന്ന് വേണം വായിക്കുവാൻ. ഗോ ടു ബെഡ്. ഓക്കെ, I will go to
bed. I will go to bed. ഇതൊരു എന്താണ് ഓരോ വാക്കിൻ്റെ മീനിങ് വെച്ച് ഒരു സെൻറ്റൻസ് ആക്കി പറയുകയാണെങ്കിൽ ഞാൻ ബെഡിൽ പോകും എന്നാണ് പറയുക. പക്ഷെ ആക്ച്വലി ഇവിടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങാൻ പോകും എന്നാണ്. ഓക്കെ, ഐ വിൽ ഗോ ടു ബെഡ്, ഞാൻ ഉറങ്ങുവാൻ പോകും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. 6ാമത്തെ ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 7ാമത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് കാണാം. അതുവരെ ഇത് നല്ലോണം നോക്കി വയ്ക്കുക. ഇനി തുടർച്ചയായിട്ട് വീഡിയോസും ക്ലാസ്സസും ഉണ്ടാകും. ഇടയ്ക്ക് ഒരു ഇച്ചിരി ഒന്ന് ബ്രേക്കായി, ഓക്കെ, ഒരു ഇച്ചിരി ഒന്ന് ലീവ് എടുക്കേണ്ടി വന്നു. ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം നോക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ടിലാക്കുക, പിന്നെ റിവൈസ് ചെയ്യുക. ക്ലാസ് എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റിപ്പോയി, ഇതെല്ലാം എന്നെ അറിയിക്കുക. ഓക്കെ, ഉടനെ തന്നെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം, കഴിഞ്ഞ ക്ലാസ്സസ് എല്ലാം കാണുക കേട്ടോ. ഓക്കെ, താഴെ കമൻറ്റിലുണ്ടാവും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പുതിയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ട്യൂഷൻ കുടുംബത്തിലൊരു അംഗമായി മാറുക. പിന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബൈ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതിന് മുൻപ് ഇതെല്ലാം നോക്കി പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, ബൈ. Thank you.